أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് ഞാൻ ആദ്യം അനുസ്മരിക്കുന്ന സഹാബിയുടെ പേര് ഹസ്രത്ത് മുഅവ്വിസ് ബിൻ ഹാരിസ് എന്നാകുന്നു. ഹസ്രത്ത് മുഅവ്വിസ് അൻസാറിലെ ഖദ്റജ് ഗോത്രക്കാരനായിരുന്നു. ഹസ്രത്ത് മുഅവ്വിസിന്റെ പിതാവിന്റെ പേര് ഹാരിസ് ബിൻ റഫ എന്നും മാതാവിന്റെ പേര് അഫ്ര ബിൻ ഉബൈദ് എന്നുമാണ്. ഹസ്രത്ത് മുആസും ഹസ്രത്ത് ഔഫും അദ്ദേഹത്തിന്റെ സഹോദരന്മാരാകുന്നു. ഇവർ മൂന്നുപേരെയും തങ്ങളുടെ പിതാവിലേക്കും മാതാവിലേക്കും ചേർത്ത് പറയാറുണ്ട്. അതായത് ഇവർ മൂന്നുപേരും ബനു അഫ്ര എന്നിവരും അറിയപ്പെടുന്നു. ഇബ്നു ഇസ്ഹാഖിൽ നിന്ന് മാത്രമുള്ള ഒരു നിവേദനത്തിൽ പറയുന്നു, ഹസ്രത്ത് മുഅവ്വിസ് 70 അൻസാറുകളോടൊപ്പം ബയ്യത്ത് ഉഖ്ബെ സാനിയിൽ ഭാഗവാക്കായിരുന്നു. ഹസ്രത്ത് മുഅവ്വിസ് ഉമ്മ യസീദ് ബിൻ ഖൈസിനെ വിവാഹം കഴിച്ചു. ഹസ്രത്ത് മുഅവ്വിസ് ഉമ്മ യസീദ് ബിൻ ഖൈസിനെ വിവാഹം കഴിച്ചു. വിവാഹത്തിൽ അദ്ദേഹത്തിന് 2 പെൺകുട്ടികൾ ജനിച്ചു. അവരുടെ പേര് ഹസ്രത്ത് റബീ ബിൻ മുഅവ്വിസ് എന്നും ഹസ്രത്ത് ഉമൈറ ബിൻ മുഅവ്വിസ് എന്നുമായിരുന്നു. ഹസ്രത്ത് മുഅവ്വിസിനെ തന്റെ 2 സഹോദരന്മാരായ ഹസ്രത്ത് മുആസ്, ഹസ്രത്ത് ഔഫ് എന്നിവരോടൊപ്പം ബദർ യുദ്ധത്തിൽ ഭാഗഭാക്കാകാൻ സൗഭാഗ്യം ലഭിച്ചിരുന്നു. ബദർ യുദ്ധത്തിൽ ഹസ്രത്ത് മുഅവ്വിസും ഔഫും ബനു അഫ്രയുടെ മക്കൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവർക്കും അവർ സ്വതന്ത്രനാക്കിയ അടിമ അബൂ ഹംറയ്ക്കും കൂടി ആകെ ഒരു ഒട്ടകമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ അവർ ഊഴമനുസരിച്ച് യാത്ര ചെയ്തിരുന്നു. ഈ നിവേദനം നേരത്തെ ഹസ്രത്ത് മുആസിന്റെ അനുസ്മരണത്തിൽ വന്നതാണ്. പക്ഷെ ഇവിടെ ഹസ്രത്ത് മുഅവ്വിസിന്റെ വിഷയത്തിലും വരേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് വിവരിക്കുകയാണ്. ഹസ്രത്ത് അനസിൽ നിന്നുള്ള നിവേദനം, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധ ദിവസം പറഞ്ഞു, അബൂജഹലിന് എന്ത് സംഭവിച്ചുവെന്ന് ആരാണ് നോക്കുക? ഹസ്രത്ത് ഇബ്നു മസൂദ് പോയി നോക്കി. അയാളെ അഫ്രയുടെ 2 മക്കളും വാളുകൊണ്ട് എത്രത്തോളം മർദ്ദിച്ചുവെന്നാൽ അയാൾ മരണാസന്നനായി. ഹസ്രത്ത് ഇബ്നു മസൂദ് ചോദിച്ചു, നിങ്ങൾ അബൂജഹലാണോ? ഹസ്രത്ത് അനസ് വിവരിക്കുന്നു, ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ മസൂദ് അബൂജഹലിന്റെ താടി പിടിച്ചു. അബൂജഹൽ ചോദിച്ചു, നിങ്ങൾ ഇതിനേക്കാൾ വലിയ ആളെ വധിച്ചിട്ടുണ്ടോ? അഥവാ ചോദിച്ചു, നിങ്ങളുടെ സമുദായം ഇതിനേക്കാൾ വലിയ ആളെ വധിച്ചിട്ടുണ്ടോ? ബുഖാരിയുടെ നിവേദനമാണ്. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഹസ്രത്ത് സയ്യിദ് സൈനുൽ ആബിദീൻ വലിയുള്ള ഷാ സാബ് വിവരിക്കുന്നു, ചില നിവേദനങ്ങൾ പ്രകാരം അഫ്രായുടെ മക്കൾ മുഅവ്വിസും മുആസുമാണ് അബൂജഹലിനെ മരണത്തിന് സമീപത്തേക്ക് എത്തിച്ചത്. പിന്നീട് ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ മസൂദ് അയാളുടെ ശരീരവും തലയും വേർപെടുത്തുകയായിരുന്നു. ഹസ്രത്ത് മുആസ് ബിൻ അമ്രും ഹസ്രത്ത് മുആസ് ബിൻ അഫ്രായും ശേഷം ഹസ്രത്ത് മുഅവ്വിസ് ബിൻ അഫ്രായും അയാളെ ആക്രമിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സാധ്യതയുണ്ട് എന്ന് ഇമാം ഇബ്നു ഹജർ പറയുന്നു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു അബൂജഹലിന്റെ വധത്തെ വിവരിച്ചുകൊണ്ട് പറയുന്നു, മനുഷ്യൻ വലിയ സന്തോഷങ്ങൾ നടത്താറുണ്ട്. തനിക്കു വേണ്ടി ഒരു സംഗതി നന്മയാണെന്ന് കരുതുന്നു. എന്നാൽ അതുതന്നെ അയാൾക്ക് നാശത്തിനും ആപത്തിനും ഹേതുവാകാറുണ്ട്.
ബദറിന്റെ അവസരത്തിൽ മക്കയിലെ നിഷേധികൾ വരുമ്പോൾ കരുതിയത് ഞങ്ങൾ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുമെന്നാണ്. അബൂജഹൽ പറഞ്ഞു, നമ്മൾ പെരുന്നാൾ ഈദ് ആഘോഷിക്കുന്നതാണ്, നല്ലപോലെ മദ്യം കുടിക്കുന്നതാണ്, മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയേ പിന്മാറുകയുള്ളൂ എന്ന് അവർ നനച്ചിരുന്നു. എന്നാൽ അബൂജഹലിനെ മദീനയിലെ 2 കുട്ടികൾ വകവരുത്തുകയുണ്ടായി. മക്കയിലെ നിഷേധികൾ മദീനക്കാരെ വളരെ മോശമായിട്ടാണ് കരുതിയിരുന്നത്. അയാൾക്ക്, അതായത് അബൂജഹലിന് എത്രമാത്രം ദൈന്യത കാണേണ്ടി വന്നുവെന്നാൽ അയാളുടെ അന്ത്യാഭിലാഷം പോലും പൂർത്തിയായില്ല. അറബികളുടെ സമ്പ്രദായം യുദ്ധത്തിൽ നേതാവ് മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ കഴുത്ത് നീട്ടി മുറിച്ചിരുന്നു. അയാൾ ഒരു നേതാവാണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഇത്. അബ്ദുല്ലാ ബിൻ മസൂദ് അയാളെ കണ്ടപ്പോൾ അയാൾ ഹതാശനായി ചലനമറ്റ് പരിക്കേറ്റ് കിടക്കുകയായിരുന്നു. അയാളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അവസ്ഥ? അയാൾ പറഞ്ഞു, മദീനയിലെ 2 ആറായി കുട്ടികൾ, അതായത് പച്ചക്കറി ഉണ്ടാക്കുന്ന കൃഷിപ്പണി ചെയ്യുന്ന ആളുകളുടെ മക്കളാണ് എന്നെ വധിക്കുന്നത് എന്നതിൽ മാത്രമാണ് എനിക്ക് സങ്കടം. മക്കക്കാരുടെ വീക്ഷണത്തിൽ ഇത് വളരെ താഴ്ന്ന ജോലിയായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. മദീനക്കാർക്ക് യുദ്ധത്തെയും പോരാട്ടത്തെയും സംബന്ധിച്ച് എന്തറിയാമെന്നതായിരുന്നു അവരുടെ ചിന്താഗതി. എന്നാൽ അവരുടെ ഈ അഹങ്കാരത്തിനാണ് പ്രഹരമേറ്റത്. അത് പൊളിച്ചതും മദീനക്കാരായിരുന്നു. അവരെന്നല്ല, മറിച്ച് അവരുടെ കുട്ടികൾ, അതും യാതൊരു നൈപുണ്യവുമില്ലാത്ത കുട്ടികൾ. അബ്ദുള്ള ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അയാൾ പറഞ്ഞു, എന്റെ കഴുത്ത് നീട്ടി മുറിക്കണമെന്നതാണ് എന്റെ ആഗ്രഹം. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്റെ ഈ ആഗ്രഹവും പൂർത്തിയാകാൻ അനുവദിക്കുകയില്ല. അയാളുടെ കഴുത്ത് താടിയോട് ചേർത്ത് ശക്തമായി വെട്ടിമാറ്റി. ഈദ് ആഘോഷിക്കാൻ ആഗ്രഹിച്ചവർക്ക് അത് തന്നെ ശോകമായി മാറി. അയാൾ കുടിച്ച മദ്യം ദഹിക്കാൻ പോലും അവസരമുണ്ടായില്ല. ബദർ യുദ്ധത്തിൽ ഹസ്രത്ത് മുആവിദ് പോരാടിക്കൊണ്ട് തന്നെ ഷഹീദായി. അദ്ദേഹത്തെ അബൂ മസാഫഹ് ആണ് ഷഹീദാക്കിയത്. അടുത്തതായി അനുസ്മരിക്കുന്ന സഹാബിയുടെ പേര് ഹസ്രത്ത് ഉബയ്യ് ഇബ്നു കഅബ് എന്നാവുന്നു. ഹസ്രത്ത് ഉബയ് അൻസാറിലെ ഖദ്റജ് ഗോത്രത്തിലെ ശാഖയായ ബനു മുആവിയയിൽ നിന്നുള്ള വ്യക്തിയാണ്. ഹസ്രത്ത് ഉബയ്യിന്റെ പിതാവിന്റെ പേര് കഅബ് ബിൻ ഖൈസ് എന്നും മാതാവിന്റെ പേര് സുഹൈല ബിൻത് അസ്വദ് എന്നുമായിരുന്നു. ഹസ്രത്ത് ഉബയ്യ് ഇബ്നു കഅബിന് 2 വിളിപ്പേരുണ്ടായിരുന്നു. ഒന്ന് അബൂ മുൻസർ, ഇത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് വെച്ചത്. രണ്ടാമത്തേത് അബൂ തുഫൈൽ എന്നാണ്. അത് അദ്ദേഹത്തിന്റെ മകൻ തുഫൈൽ കാരണം ഹസ്രത്ത് ഉമർ ആണ് വെച്ചത്. ഹസ്രത്ത് ഉബൈ ഒത്ത ഉയരം, അതായത് ഇടത്തരം ഉയരമുള്ള ആളായിരുന്നു. ഹസ്രത്ത് ഉബൈന്റെ താടിയിലും തലയിലും നിറം വെളുത്തതായിരുന്നു. ഹിസാബ് അഥവാ കളർ മുഖേന തന്റെ വാർദ്ധക്യത്തിൽ മാറ്റം വരുത്തിയിരുന്നില്ല. അതായത് മുടിയിലും താടിയിലും കളർ തേച്ചിരുന്നില്ല. ഹസ്രത്ത് ഉബയ്യ് ഇബ്നു കഅബ് 70 പേരോടൊപ്പം ബയ്യത്ത് ഉഖബ സാനിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഹസ്രത്ത് ഉബയ്യിന് മുസ്ലിം ആകുന്നതിന് മുമ്പേ എഴുതാനും വായിക്കാനും അറിയാമായിരുന്നു. ഇതിനുശേഷം ഹസ്രത്ത് ഉബയ്യിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങുന്ന വഹി എഴുതാനുള്ള സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഉബയ്യും ഹസ്രത്ത് തൽഹ ബിൻ അബ്ദുല്ലയും തമ്മിൽ സാഹോദര്യം ഉണ്ടാക്കിയിരുന്നു. മറ്റൊരു നിവേദനമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യും ഹസ്രത്ത് സയ്യിദ് ബിനു സയ്യിദും തമ്മിലാണ് സാഹോദര്യം ഉണ്ടാക്കിയത്. ഹസ്രത്ത് ഉബയ്യ് ഇബ്നു കഅബിനെ സംബന്ധിച്ച് പറയുന്നു, അള്ളാഹു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഉബയ്യന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ കൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഖാരി, ഓത്തുകാരൻ ഉബയ്യ് ആകുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആൻ വളരെയധികം ജ്ഞാനമുണ്ടായിരുന്നുവെന്നും വന്നിട്ടുണ്ട്. ഈ സംബന്ധിച്ച് ഇനിയും നിവേദനങ്ങൾ വരുന്നതാണ്. ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലെ കാരിമാർ, ഓത്തുകാർ എന്ന് പറഞ്ഞ 4 പേരിൽ ഹദരത്ത് ഉബയ്യ് ഇബ്നു കഅബും ഉൾപ്പെടുന്നു.
അതായത് ആർക്കെങ്കിലും വിശുദ്ധ ഖുർആൻ പഠിക്കണമെങ്കിൽ ഇവരിൽ നിന്ന് പഠിക്കുക. തുടർന്ന് ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ താഴെ ചേർക്കുന്ന 15 പേരിൽ നിന്നാണ് കൊണ്ടാണ് എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ചരിത്രത്തിൽ മനസ്സിലാകുന്നു. സയ്യിദ് ഇബ്നു സാബിത്ത്, ഉബയ്യ് ഇബ്നു കഅബ്, അബ്ദുല്ലാഹ് ഇബ്നു സഅദ്, അബി സറാ, സുബൈർ ഇബ്നു അവ്വാം, ഖാലിദ് ഇബ്നു സയ്യിദ് ഇബ്നു ആസ്, അവാൻ ഇബ്നു സയ്യിദുൽ ആസ്, ഹൻസല ബിൻ റബീൽ അൽ അസദി, മുയഖബ് ബിൻ അബി ഫാത്തിമ, അബ്ദുല്ലാഹ് ബിൻ അർകം സുഹരി, ഷറാജീൽ ബിൻ ഹസന, അബ്ദുല്ലാഹ് ബിൻ റവാഹ, ഹസ്രത്ത് അബൂബക്കർ, ഹസ്രത്ത് ഉമർ, ഹസ്രത്ത് ഉസ്മാൻ, ഹസ്രത്ത് അലി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിശുദ്ധ അവതരിക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ ആരെയെങ്കിലും വിളിച്ച് വഹി എഴുതിച്ചിരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് ഒരിടത്ത് പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി അധ്യാപകരുടെ ഒരു സംഘത്തെ നിയോഗിച്ചിരുന്നു. അവർ വിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി മറ്റുള്ളവർക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ 4 പേർ അഗ്രഗണ്യരായ ഗുരുനാഥന്മാരായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പഠിച്ച് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ജോലി. പിന്നെ ഇവർക്ക് കീഴിൽ നിരവധി സഹാബാക്കൾ ഉണ്ടായിരുന്നു. അവർ ജനങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അഗ്രഗണ്യരായ അധ്യാപകരുടെ പേരുകൾ ഇപ്രകാരമാണ്: അബ്ദുല്ലാഹ് ബിൻ മസൂദ്, സാലിം മൗല അബി ഹുസൈഫ, മുആസ് ബിൻ ജബൽ, ഉബയ്യ് ബിൻ കഅബ്. ഇതിൽ ആദ്യത്തെ 2 പേർ മുഹാജിറും മറ്റു 2 പേർ അൻസാരികളുമായിരുന്നു. ജോലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അബ്ദുല്ലാഹ് ബിൻ മസൂദ് ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. സാലിം സ്വതന്ത്രനാക്കപ്പെട്ട അടിമയും. മുആസ് ബിൻ ജബലും ഉബയ്യ് ബിൻ കഅബും മദീനയിലെ നേതാക്കന്മാരായിരുന്നു. എല്ലാ വിഭാഗത്തിൽ നിന്നും, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഭാഗക്കാരെയും പരിഗണിച്ചുകൊണ്ട് ഖാരി അഥവാ ഓതുന്നവരെ നിശ്ചയിക്കുകയുണ്ടായി. ഹദീസിൽ പറയുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ഖുസുൽ ഖുർആന മിൻ അർബഅത്തിൻ അബ്ദുല്ലാഹ് ബിൻ മസൂദിൻ വ സാലിം ബിൻ വ മുആസ് ബിൻ ജബലിൻ വ ഉബയ്യ് ബിൻ കഅബിൻ. അതായത് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അബ്ദുല്ലാഹ് ബിൻ മസൂദ്, സാലിം, മുആസ് ബിൻ ജബൽ, ഹസ്രത്ത് ഉബയ്യ് ബിൻ കഅബ് എന്നീ 4 പേരിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടതാണ്. ഇവർ 4 പേരും വിശുദ്ധ ഖുർആൻ മുഴുവനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഓതി കേൾപ്പിച്ച് തിരുത്തൽ വരുത്തുകയും ചെയ്തവരാണ്. എന്നാൽ ഇവർക്ക് പുറമേയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി സഹാബാക്കൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് തന്നെ വിശുദ്ധ ഖുർആൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്രത്ത് അനസ് ബിൻ മാലിക് നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഉബയ്യിനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ലം യകുനല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി എന്ന സൂറത്ത് പഠിപ്പിച്ചു തരണമെന്ന് അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഹസ്രത്ത് ഉബയ്യ് ചോദിച്ചു, എന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. ഹസ്രത്ത് ഉബയ്യ് ഇത് കേട്ടപ്പോൾ കരയാൻ തുടങ്ങി. ഇത് ബുഖാരിയിലുള്ള നിവേദനമാണ്. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഹസ്രത്ത് അനസ് ബിൻ മാലിക് നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഉബയ്യ് ബിൻ കഅബിനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണമെന്ന് അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഹസ്രത്ത് ഉബയ്യ് ചോദിച്ചു, അള്ളാഹു എന്റെ പേര് പറഞ്ഞിരുന്നുവോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. ഹസ്രത്ത് ഉബയ്യ് പറഞ്ഞു, 2 ലോകങ്ങളും പരിപാലിക്കുന്നവന്റെ പക്കൽ എന്നെ സംബന്ധിച്ച് പരാമർശമുണ്ടായോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അത് കേട്ടപ്പോൾ ഉബയ്യിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നു. ഈ സംഭവത്തിന്റെ വിശദീകരണം ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു തന്റെ വാക്കുകളിൽ ഇങ്ങനെ വിവരിക്കുന്നു, പറയുന്നു, അബു ഹയ്യ ബദ്രിയിൽ നിന്ന് നിവേദനം,
ലം യക്കുൻ എന്ന സൂറത്ത് മുഴുവൻ അവതരിച്ചു. അതായത് ഇത് ഒന്നിച്ചാണ് അവതരിച്ചത്. അപ്പോൾ ഹദ്റത്ത് ജിബ്രീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഈ സൂറത്ത് ഉബയ്യ് ഇബ്നു കഅബിനെ പഠിപ്പിക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉബയ്യ് ഇബ്നു കഅബിനോട് പറഞ്ഞു, ജിബ്രീൽ എന്നോട് കൽപ്പിച്ചു, അഥവാ അള്ളാഹുവിന്റെ കൽപ്പന എനിക്ക് എത്തിച്ചു തന്നിരിക്കുന്നു, അതായത് ഞാൻ നിങ്ങൾക്ക് ഈ സൂറത്ത് പഠിപ്പിച്ചു തരേണ്ടതാണ് എന്ന്. ഉബയ്യ് ഇബ്നു കഅബ് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ സവിധത്തിൽ എന്നെ സംബന്ധിച്ച് പരാമർശമുണ്ടായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് സന്തോഷാധിക്യത്താൽ കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഹദ്റത്ത് ഉമർ ഫാറൂഖ് ഈ വാചകങ്ങളുടെ സ്മരണയെ പല പ്രാവശ്യം ആവർത്തിച്ച് നിലനിർത്തുകയുണ്ടായി. ഒരിക്കൽ മസ്ജിദ് നബിയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു, ഏറ്റവും വലിയ കാര്യം ഉബയ്യാകുന്നു. സിറിയയിലേക്കുള്ള പ്രസിദ്ധമായ യാത്രയിൽ ഡമസ്കസിന്റെ ഒരു പ്രദേശമായ ജാബിയയിൽ ഖുത്ബ നൽകുമ്പോൾ പറഞ്ഞു, മൻ അറാദ ഖുർആന ഫൽ യഅതി ഉബയ്യ. അതായത് വിശുദ്ധ ഖുർആനോട് താല്പര്യമുള്ള ഉബയ്യന്റെ അടുക്കൽ വരട്ടെ. ഹദ്റത്ത് അനസ് നിവേദനം ചെയ്യുന്നു, 4 ആളുകൾ തിരുവനന്തപുരത്തിലെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കിയിരുന്നു. ഇവർ എല്ലാവരും അൻസാരികളായിരുന്നു. അതായത് ഹദ്റത്ത് ഉമയ്യ് ഇബ്നു കഅബ്, ഹദ്റത്ത് മുആസ് ബിൻ ജബൽ, ഹദ്റത്ത് അബൂ സയ്യിദ്, ഹദ്റത്ത് സയ്യിദ് ബിൻ സാബിത്ത്. ഇത് ബുഖാരിയിലുള്ള ഹദീസാകുന്നു. ഹദ്റത്ത് മുസ്ലിം മൗദ് പറയുന്നു, അൻസാരികളിലെ അറിയപ്പെടുന്ന വിശുദ്ധ ഖുർആൻ ഹാഫിസുമാരുടെ പേരുകൾ ഇപ്രകാരമാകുന്നു: ഉബാദ ബിൻ സാമിത്ത്, മുആസ്, മുജമ്മെ ബിൻ ഹാരിസ, ഫുസാല ബിൻ ഉബൈദ്, മസ്ലമ ബിൻ മഖല്ലദ്, അബൂ ദർദ, അബൂ സയ്യിദ്, സയ്യിദ് ബിൻ സാബിത്ത്, ഉബയ്യ് ബിൻ കഅബ്, സാദ് ബിൻ ഉബാദ, ഉമ്മ വർക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ഉമ്മത്തിനുമേൽ ഏറ്റവും വലിയ ഔദാര്യവാൻ ഹസ്രത്ത് അബൂബക്കർ ആകുന്നു. അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ ഏറ്റവും അധികം കാഠിന്യം ചെയ്തിരുന്നത് ഹസ്രത്ത് ഉമർ ആകുന്നു. അതായത് അടിസ്ഥാന നിയമങ്ങളിൽ വലിയ ശക്തി ചെലുത്തുമായിരുന്നു. ലജ്ജയിൽ ഏറ്റവും അധികം പരിപൂർണതയുള്ള ആൾ ഹസ്രത്ത് ഉസ്മാൻ ആകുന്നു. അതായത് ലജ്ജയുടെ ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ ഹസ്രത്ത് ഉസ്മാൻ എത്തിയിരുന്നു. ഹലാലിനെയും ഹറാമിനെയും സംബന്ധിച്ച് ഏറ്റവും അധികം വിവരമുള്ള ആൾ ഹദ്റത്ത് മുആസ് ബിൻ ജബൽ ആകുന്നു. നിർബന്ധ കടമകളെ കുറിച്ച് ഏറ്റവും അധികം അറിയുന്ന ആൾ ഹദ്റത്ത് സയ്യിദ് ബിൻ സാബിത്ത് ആകുന്നു. ഖിറാഅത്ത് ഖുർആൻ പാരായണങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അധികം അറിയുന്ന ആൾ ഹദ്റത്ത് ഉബയ്യ് ഇബ്നു കഅബ് ആകുന്നു. എല്ലാ ഉമ്മത്തിലും അമീൻ വിശ്വസ്തനുണ്ട്. എന്റെ ഉമ്മത്തിലെ അമീൻ ഹദ്റത്ത് അബു ഉബൈദ ബിൻ ജറാഹ് ആകുന്നു. ഹദ്റത്ത് ഇതിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഹദ്റത്ത് അബൂ ഉബൈദയെ കുറിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിച്ചേർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകുന്ന വഹി ഏറ്റവും ആദ്യം വഹി എഴുതുന്ന ആൾ ഹദ്റത്ത് ഉബയ്യ് ഇബ്നു കഅബ് ആയിരുന്നു. അക്കാലഘട്ടത്തിൽ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ഖുർആന്റെ ഏറ്റവും അവസാനത്തിൽ എഴുതുന്ന ആളുടെ റൈറ്ററുടെ പേര് എഴുതുന്ന സമ്പ്രദായമില്ലായിരുന്നു. ഏറ്റവും ആദ്യം ഹദ്റത്ത് ഉബയ്യാണ് ഇതിന് തുടക്കം കുറിച്ചത്. തുടർന്ന് മറ്റു മഹാത്മാക്കളും അത് അനുഗ്രഹിക്കുകയുണ്ടായി. അതായത് എഴുതുന്ന ആളുടെ പേര് എഴുതിയിരുന്നില്ല, എഴുതുക മാത്രമാണ് അവർ ചെയ്തിരുന്നത്. ഹദ്റത്ത് ഉബയ്യ് എഴുതിയതിനു ശേഷം ഏറ്റവും അവസാനം തന്റെ പേര് എഴുതാൻ തുടങ്ങി. അതായത് താനാണ് ഇത് എഴുതിയതെന്ന്. അതിനുശേഷം ഇതൊരു സമ്പ്രദായമായി നിലവിൽ വന്നു. ഹദ്റത്ത് ഉബയ്യ് വിശുദ്ധ ഖുർആന്റെ ഓരോരോ അക്ഷരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ നാവിൽ നിന്ന് കേട്ടുകൊണ്ടാണ് മനഃപ്പാടമാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അദ്ദേഹത്തിന്റെ താല്പര്യം കണ്ടപ്പോൾ അദ്ദേഹത്തെ പഠിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധ കാണിച്ചിരുന്നു. നുബുവത്തിന്റെ മഹത്വം വലിയ വലിയ സഹാബാക്കളെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അനുവദിച്ചിരുന്നില്ല, അഥവാ അതിൽ നിന്ന് തടഞ്ഞിരുന്നു. എന്നാൽ ഹദ്റത്ത് ഉബയ്യ് യാതൊരു സങ്കോചവുമില്ലാതെ താൻ ഉദ്ദേശിക്കുന്ന ഏത് ചോദ്യം ചോദിച്ചിരുന്നു. അതായത് കാര്യബോധമില്ലാതെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്നല്ല, നുബുവത്തിന്റെ മഹത്വത്തിന്റെയും സ്ഥാനത്തിന്റെയും പരിധിയിൽ നിന്നുകൊണ്ട് താൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും അതിൽ വൈക്ലഭ്യം കാണിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഈ താല്പര്യം കണ്ടപ്പോൾ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം അതിന് ആരംഭം കുറിച്ചിട്ടുണ്ടായിരുന്നു.
ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നമസ്കരിപ്പിച്ചു. അതിൽ ഒരായത്ത് മറന്നുപോയി. ഹദ്റത്ത് ഉബൈ നമസ്കാരത്തിന്റെ ആരംഭത്തിൽ എത്തിച്ചേർന്നിരുന്നില്ല, ഇടയ്ക്കാണ് വന്നത്. നമസ്കാരം അവസാനിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് ചോദിച്ചു, ആരെങ്കിലും എന്റെ ഖിറാഅത്ത് ഓത്ത് ശ്രദ്ധിച്ചിരുന്നുവോ? എല്ലാവരും നിശബ്ദരായിരുന്നു. തുടർന്ന് ചോദിച്ചു, ഉബൈ ഇബ്നു കഅബ് ഉണ്ടോ? അപ്പോഴേക്കും ഉബൈ നമസ്കാരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ രണ്ടാമത്തെ റക്അത്തിലായിരിക്കും ഇത് പാരായണം ചെയ്തിരിക്കുക. ഈ പിശക് അപ്പോഴായിരിക്കും ഉണ്ടായത്, അതല്ലെങ്കിൽ ആയത്ത് മറന്നതായിരിക്കാം. അത് ഹദ്റത്ത് ഉബൈ ഇബ്നു കഅബ് പിന്നീട് വന്നപ്പോൾ കേട്ടിരിക്കാം. ഏതായിരുന്നു ഉബൈ നമസ്കാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അങ്ങ് ഇന്ന ആയത്ത് പാരായണം ചെയ്തില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ശരിയാണ്, അങ്ങ് ഇന്ന ആയത്ത് ഓതിയിട്ടില്ല. അത് കാലഹരണപ്പെട്ടതാണോ അതല്ല അത് ഓതാൻ മറന്നതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഞാനത് ഓതാൻ മറന്നുപോയതാണ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉബൈയെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഇക്കാര്യം ശ്രദ്ധ പോയിട്ടുണ്ടാകില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ഹദ്റത്ത് ഉബൈ ഇബ്നു കഅബ് നിവേദനം ചെയ്യുന്നു, ഞാൻ മസ്ജിദിലായിരുന്നു. ഒരാൾ വന്ന് നമസ്കരിക്കാൻ തുടങ്ങി. പിന്നെ അയാൾ തിലാവത്ത് ചെയ്യാൻ തുടങ്ങി. എനിക്കത് ഉപരിപ്ലവമായിട്ടാണ് തോന്നിയത്. പിന്നെ മറ്റൊരാൾ അകത്തേക്ക് വന്നു. അയാൾ തന്റെ സുഹൃത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഖിറാഅത്താണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരുനബി സവിധത്തിലെത്തി. ഞാൻ പറഞ്ഞു, ഒരാൾ ഇന്ന രീതിയിലാണ് ഖുർആൻ പാരായണം ചെയ്തത്. പിന്നെ മറ്റൊരാൾ വന്നു. അയാൾ തന്റെ സുഹൃത്തിൽ നിന്നും വ്യത്യസ്തമായ തിലാവത്താണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ രണ്ടുപേരോട് ചോദിച്ചു, രണ്ടുപേരും തിലാവത്ത് ചെയ്തിരുന്നുവോ? അവർ പറഞ്ഞു, അതെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ രണ്ടുപേരോടും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഖിറാഅത്ത് കേൾപ്പിക്കുവിൻ. അവർ രണ്ടുപേരും വിശുദ്ധ ഖുർആൻ ഖിറാഅത്ത് ഓതി കേൾപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പാരായണം ശരിയാണെന്ന് പറഞ്ഞു. അതായത് അവരോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ശരിയാണ്. തന്റെ നിലപാട് തിരസ്കരിക്കപ്പെട്ടതിനെ പറ്റി ഹദ്റത്ത് ഉബൈ പറയുന്നു, അയാൾ തെറ്റാണ് പാരായണം ചെയ്തതെന്ന് ഞാനൊരു നിഗമനത്തിലെത്തിയിരുന്നു. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിക്കുകയും അവർ രണ്ടുപേരും ശരിയാണെന്ന് പറയുകയും ചെയ്തപ്പോൾ ഞാൻ എത്രമാത്രം ലജ്ജിതനായെന്നാൽ ജാഹിലിയ കാലഘട്ടത്തിൽ പോലും അത്രമാത്രം ലജ്ജിതനായിട്ടുണ്ടായിരുന്നില്ല. അന്ന് ലജ്ജിതനായ എത്രയും ജീവിതത്തിൽ എപ്പോഴെങ്കിലും അതിനു മുമ്പ് ലജ്ജിതനായി എനിക്ക് ജാള്യത അനുഭവപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അവസ്ഥ കണ്ടപ്പോൾ, അതായത് ലജ്ജിതനായതിന്റെ ജാള്യത മുഖത്ത് പ്രകടമായിട്ടുണ്ടാകും. എന്റെ നെഞ്ചിൽ കൈ തട്ടിക്കൊണ്ട് ഞാൻ വിയർത്തു കുളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഭയം കാരണം അള്ളാഹുവിനെ കാണുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അല്ലേ ഉബൈ, വിശുദ്ധ ഖുർആൻ എന്റെ ഉമ്മത്തിനു വേണ്ടി ഒരു പാരായണ മുറിയിൽ വിശുദ്ധ ഖുർആൻ ഓതാൻ എനിക്ക് സന്ദേശം നൽകപ്പെട്ടിരിക്കുന്നു. അതിന് മറുപടിയായി ഞാൻ പറഞ്ഞു, എന്റെ ഉമ്മത്തിന് എളുപ്പം ഉണ്ടാക്കണമേ. അങ്ങനെ രണ്ടാം തവണ മറുപടിയായി പറഞ്ഞു, ഞാൻ വിശുദ്ധ ഖുർആൻ 2 മുറകൾ ഓതണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, എന്റെ ഉമ്മത്തിന് എളുപ്പമാക്കിയാലും. തുടർന്ന് 3ാമത്തെ പ്രാവശ്യം എന്നോട് പറയപ്പെട്ടു, അത് 7 തരം പാരായണ മുറകളിൽ ഓതുക എന്ന്. ഓരോ ചോദ്യത്തിനു ശേഷവും മലക്ക്, അതായത് ജിബ്രീൽ പറഞ്ഞു, ഓരോ ഖിറാഅത്തിനും പകരമായി നിനക്ക് ദുആകളുടെ അവകാശവും നൽകപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു താങ്കൾക്ക് നൽകിയിരിക്കുന്നു. ആയതിനാൽ അത് താങ്കൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു, എന്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കണമേ, എന്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കണമേ അള്ളാഹുവേ. 3ാമത്തെ ദുആ, ഹദ്റത്ത് ഇബ്രാഹിം അടക്കം എല്ലാ സൃഷ്ടികളും എന്നിലേക്ക് തിരിയുന്ന ദിവസത്തേക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഹദ്റത്ത് ഉബൈ ഇബ്നു കഅബ് ഖുർആൻ പാരായണ കലയിൽ വളരെയേറെ പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു. സ്വയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഓദിച്ചിരുന്നത് എന്നതിൽ നിന്നും അതേപ്പറ്റി ഊഹിക്കാവുന്നതേ ഉള്ളൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ വർഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉബൈന് ഖുർആൻ ഓതി കേൾപ്പിച്ചിരുന്നു. പറയുന്നു, ഉബൈന് ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്കാൻ ജബ്രീൽ എന്നോട് പറഞ്ഞിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉബൈന് ഖുർആൻ കേൾപ്പിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഉബൈ ഒരു ഇറാൻകാരന്
ഖുർആൻ പഠിപ്പിച്ചിരുന്നു. അയാൾക്ക് ഇന്ന ഷജറത്ത് സഖൂമി തആമുൽ അസീം എന്ന ആയത്ത് പഠിപ്പിക്കുകയായിരുന്നു. അയാൾക്ക് അസീം എന്ന് പറയാൻ കഴിഞ്ഞിരുന്നില്ല. ഇറാനി ഉച്ചാരണത്തിൽ ശരിയായി പറയാൻ കഴിഞ്ഞില്ല. സീൻ എന്ന അക്ഷരം എല്ലാ തവണയും അയാൾ തീം എന്നാണ് പറഞ്ഞിരുന്നത്. അയാൾക്ക് എങ്ങനെ പഠിപ്പിക്കുമെന്ന കാര്യത്തിൽ ഹദ്റത്ത് ഉബയ്യ് ഏറെ അസ്വസ്ഥനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവഴി കടന്നുപോകാനിടയായി. അദ്ദേഹത്തിന് അസ്വസ്ഥത കണ്ടപ്പോൾ അവിടെ നിന്നും ഇക്കാര്യങ്ങൾ കേട്ടപ്പോൾ ഇറാനി ഭാഷയിൽ പറഞ്ഞു, അയാളോട് തആമുൻ ലീം എന്ന് ചൊല്ലാൻ പറയുക, അതായത് ലാ കൊണ്ട് ഉച്ചരിക്കുക. അദ്ദേഹം അയാളോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ ശരിയായി അസീം എന്ന് ഉച്ചരിച്ചു. തുടർന്ന് അദ്ദേഹം താലീം എന്ന് പറഞ്ഞപ്പോൾ അയാൾ ശരിയായി അസീം എന്ന് ഉച്ചരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉബൈനോട് പറഞ്ഞു, അയാളുടെ ഭാഷ നന്നാക്കുക, അതായത് അയാളുടെ ഭാഷയിൽ അയാൾക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അയാൾ ശരിയായ ഉച്ചാരണ ശുദ്ധിയിൽ ഖുർആൻ ഓതുന്നതാണ്. അയാളോട് അക്ഷരങ്ങൾ പറയാൻ പഠിപ്പിക്കുക. അള്ളാഹു അതിന് നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതാണ്. ഒരിക്കൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാക്ക് ഖുത്ബ നൽകുകയായിരുന്നു. സൂറ ബറാഅത്ത് പാരായണം ചെയ്തു. ഈ സൂറത്തിനെ പറ്റി ഹദ്റത്ത് അബൂ ദർദാക്കും അബൂ സർറിനും അറിവുണ്ടായിരുന്നില്ല. ഖുത്ബയ്ക്കിടയിൽ ഉബയ്യനോട് ആംഗ്യത്തിലൂടെ ഇത് എപ്പോഴാണ് ഇറങ്ങിയതെന്നും താൻ കേട്ടിട്ടില്ലോ എന്ന് ചോദിച്ചു. ഹദ്റത്ത് ഉബയ്യ് നിഷിദ്ധരായിരിക്കാൻ ആംഗ്യം കാണിച്ചു. നമസ്കാരത്തിന് ശേഷം വീട്ടിലേക്ക് പോകാൻ എണീറ്റപ്പോൾ ആ രണ്ട് മഹാന്മാരും എണീറ്റ് ഹദ്റത്ത് ഉബയ്യനോട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി തരാത്തത്? മറുപടിയായി ഉബയ്യ് പറഞ്ഞു, നിങ്ങളുടെ നമസ്കാരം നഷ്ടപ്പെട്ടിരിക്കുന്നു, അതും ഒരു അനാവശ്യ ചലനം കാരണം. ഇത് കേട്ടപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിലെത്തി പറഞ്ഞു, ഉബയ്യ് ഇങ്ങനെ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യമാണ് പറഞ്ഞത്, അതായത് ഖുത്ബയുടെ അവസരത്തിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഹദ്റത്ത് ഉബയ്യ് ഇബ്നു കഅബ് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ അബൂ മൻസർ, നിങ്ങളുടെ കയ്യിലുള്ള അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണെന്ന് താങ്കൾക്ക് അറിയുമോ? ഹദ്റത്ത് ഉബയ്യ് പറയുന്നു, ഞാൻ പറഞ്ഞു, അള്ളാഹുവും അവൻ റസൂലും തന്നെയാണ് നന്നായി അറിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതും ചോദിച്ചു, അബൂ മൻസർ, നിങ്ങളുടെ പക്കലുള്ള അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണെന്ന് നിനക്കറിയാമോ? അദ്ദേഹം പറയുന്നു, വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നെഞ്ചിൽ കൈതട്ടിക്കൊണ്ട് പറഞ്ഞു, അബൂ മുൻസർ, അള്ളാഹുവാണേ, അത് തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അറിവ് അനുഗ്രഹീതമാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരിയാണ്. ആ പറഞ്ഞ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇഷ്ടമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ കാലഘട്ടത്തിൽ ഹദ്റത്ത് ഉബയ്യ് ഹദ്റത്ത് തുഫൈൽ ബിൻ അംർ ദോസിക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരുന്നു. അദ്ദേഹം ഒരു വില്ല് അതിന് ഉപഹാരമായി നൽകി. ഹദ്റത്ത് ഉബയ്യ് അതും എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? ഹദ്റത്ത് ഉബയ്യ് പറഞ്ഞു, ഇതൊരു ശിഷ്യൻ തന്ന ഉപഹാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. മേലിൽ ഇത്തരം ഉപഹാരങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക. അതുപോലെ മറ്റൊരു ശിഷ്യൻ വസ്ത്രം ഉപഹാരമായി നൽകി. അക്കാര്യത്തിലും ഇതേ സംഭവമാണ് ഉണ്ടായത്. അതുകൊണ്ട് പിന്നീട് പൂർണ്ണമായും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയുണ്ടായി. അതായത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിന് ഒരു ഉപഹാരവും വാങ്ങരുത്. സിറിയയിലെ ജനങ്ങൾ വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിരുന്നു. അതോടൊപ്പം അവർ എഴുതിക്കുകയും ചെയ്തിരുന്നു. എഴുതി പഠിപ്പിക്കുന്നതിന് കൂലിയായി സിറിയക്കാർ എഴുതുന്നവരെ തങ്ങളുടെ ഭക്ഷണത്തിൽ ഭാഗഭാക്കാക്കിയിരുന്നു. അതായത് കൂലിയായി തങ്ങളോടൊപ്പം ഭക്ഷണം കഴിപ്പിച്ചിരുന്നു. എന്നാൽ ഹദ്റത്ത് ഉബയ്യ് ഒരിക്കൽ പോലും അവരുടെ ഭക്ഷണം സ്വീകരിച്ചിരുന്നില്ല. ഒരു ദിവസം ഹദ്റത്ത് ഉമർ അദ്ദേഹത്തോട് ചോദിച്ചു, സിറിയയിലെ ഭക്ഷണം എങ്ങനെയുള്ളതായിരുന്നു? ഹദ്റത്ത് ഉബയ്യ് പറഞ്ഞു, ഞാൻ അവരിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ എന്റെ തന്നെ ഭക്ഷണമാണ് കഴിക്കാറുള്ളത്. ഹദ്റത്ത് ഉബയ്യ് ബദർ, ഉഹദ്, ഖന്ദക്ക് തുടങ്ങി എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ
മീഡിയം വെയിൻ എന്ന പ്രധാന ഞരമ്പിൽ അമ്പ് കൊണ്ടിരുന്നു. ഇത് തല, നെഞ്ചിന്റെ പിൻഭാഗം, കൈകാലുകൾ എന്നിവയിലേക്കെല്ലാം രക്തം എത്തിക്കുന്നതാണ്. അത് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വൈദ്യനെ അദ്ദേഹത്തെ ചികിത്സിക്കാൻ പറഞ്ഞേക്കുകയുണ്ടായി. അയാൾ ആ ഞരമ്പ് മുറിച്ച് തന്റെ കൈകൊണ്ട് അത് തുന്നിച്ചേർത്തു. ഉഹദ് യുദ്ധത്തിലെ ഒരു സംഭവം നേരത്തെയും വിവരിച്ചതാണ്, ഇവിടെയും സംക്ഷിപ്തമായി വിവരിക്കാം. യുദ്ധത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉബൈ ഇബ്നു കഅബിനോട് പറഞ്ഞു, പോയി പരിക്കേറ്റ് സന്ദർശിച്ചു വരൂ. അദ്ദേഹം അവരെയും അന്വേഷിച്ചുകൊണ്ട് ഹദ്റത്ത് സഅദ് ബിൻ റബീന്റെ അടുക്കലെത്തി. അദ്ദേഹത്തിന് ശക്തമായ പരിക്ക് പറ്റിയിരുന്നു, അവസാന ശ്വാസം വലിക്കുകയായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, ബന്ധുമിത്രാദികൾക്ക് ഒരു സന്ദേശവും ഉണ്ടെങ്കിൽ എന്നോട് പറയുക. ഹദ്റത്ത് സഅദ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഏതെങ്കിലും മുസ്ലിം വന്നെങ്കിൽ സന്ദേശം നൽകാമെന്ന പ്രതീക്ഷയിലായിരുന്നു. തുടർന്ന് പറഞ്ഞു, എനിക്ക് കൈ തന്നിട്ട് എന്റെ സന്ദേശം തീർച്ചയായും എത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്യൂ. സന്ദേശം എന്താണെന്നാൽ, എന്റെ സഹോദരങ്ങളായ മുസ്ലിങ്ങൾക്ക് സലാം പറയണം. എന്റെ ഗോത്രത്തോടും കുടുംബക്കാരോടും പറയുക, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പക്കൽ അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അമാനത്ത് അഥവാ സൂക്ഷിപ്പ് മുതലാകുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ കൊണ്ടാണ് ആ അമാനത്തിനെ സംരക്ഷിച്ചു പോകുന്നത്. ഇനി ഞങ്ങൾ പോവുകയാണ്. ഈ അമാനത്ത് നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ ഇതിന്റെ സംരക്ഷണത്തിൽ ദൗർബല്യം കാണിക്കരുത്. ഹിജ്റ 9 സക്കാത്ത് ഫർദ് അഥവാ നിർബന്ധമാക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖകൾ പിരിക്കാൻ അറേബ്യയിലെ പ്രവിശ്യകളിലേക്ക് പ്രവർത്തകരെ അയച്ചു. ഹദ്റത്ത് ഉബയ്യ് ബനു ബലി, ബനു അഹ്സർ, ബനു സാദ് എന്നിവയിൽ നിന്ന് സദഖ സ്വീകരിക്കാൻ നിയോഗിതനായി. ഒരിക്കൽ ഹദ്റത്ത് ഉബയ്യ് ഒരു ഗ്രാമത്തിൽ പോയി. അവിടെ ഒരാൾ തന്റെ എല്ലാ മൃഗങ്ങളെയും അദ്ദേഹത്തിന്റെ മുന്നിൽ എത്തിച്ചിട്ട് അതിൽ നിന്ന് ഇഷ്ടമുള്ളതിനെ സക്കാത്തായി എടുക്കാൻ പറഞ്ഞു. ഹദ്റത്ത് ഉബയ്യ് ഒട്ടകങ്ങൾക്കിടയിൽ നിന്ന് 2 വയസ്സുള്ള ഒരു കുട്ടിയെ എടുത്തു. സദക്ക കൊടുക്കുന്ന ആൾ പറഞ്ഞു, അത് എടുത്തുകൊണ്ട് എന്താണ് ഗുണം? അത് പാലും തരില്ല, യാത്രയ്ക്കും പറ്റില്ല. താങ്കൾ എടുക്കുകയാണെങ്കിൽ ഈ പെൺകുട്ടകത്തെ എടുക്കുക. ഇത് തടിച്ചതുമാണ്, ചെറുപ്പവുമാണ്. ഹദ്റത്ത് ഉബയ്യ് പറഞ്ഞു, അതൊരിക്കലും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശത്തിന് വിരുദ്ധമായി എനിക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതിനേക്കാൾ നല്ലത് ഇത് തന്നെയാണ്. മദീന എവിടെയെന്ന് അധികം ദൂരമൊന്നുമില്ലല്ലോ. എന്റെ കൂടെ നബി സല്ലല്ലാഹു സൗദിയത്തിലേക്ക് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ ചെയ്യാം. അതിനയാൾ സമ്മതിച്ചു. അങ്ങനെ ഉബയ്യിനോടൊപ്പം മദീനയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ കാര്യങ്ങളും വിവരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ, വലിയ ഒട്ടകത്തെ തരാനാണ് ആഗ്രഹമെങ്കിൽ അത് തന്നെ തന്നുകൊള്ളുക, അത് സ്വീകരിക്കപ്പെടുന്നതാണ്. അങ്ങനെ ആ വലിയ ഒട്ടകത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിൽ കൊടുത്തുകൊണ്ട് അയാൾ തിരിച്ചുപോയി. ഹദ്റത്ത് അബൂബക്കറിന്റെ കാലത്ത് വിശുദ്ധ ഖുർആൻ യഥാക്രമം ക്രോഡീകരിക്കാനുള്ള ജോലികൾ ആരംഭിച്ചു. സഹാബാക്കളുടെ ഒരു സംഘത്തെ ഈ ജോലിക്ക് വേണ്ടി നിയോഗിച്ചിരുന്നു. ഹദ്റത്ത് ഉബയ്യായിരുന്നു ഇവരുടെ മേൽനോട്ടക്കാരൻ. അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ വാക്കുകൾ പറയുകയും മറ്റുള്ളവർ അത് എഴുതിയെടുക്കുകയും ചെയ്തുമായിരുന്നു. ഇവർ ദൈവികജ്ഞാനമുള്ളവരായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ആയത്തിൽ ചർച്ചയും സംസാരവും ഉണ്ടായിരുന്നു. അവർ സൂറ തൗബയിലെ സുമ്മൻ സറഫു സറഫല്ലാഹു ഖുലൂബഹും ബിന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ എന്ന ആയത്ത് എഴുതിയപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഈ ആയത്താണ് ഏറ്റവും അവസാനം അവതരിച്ചത്. ഹദ്റത്ത് ഉബയ്യ് പറഞ്ഞു, അല്ല, ഇതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആയത്തുകൾ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് അവസാനത്തെ ആയത്തല്ല, മറിച്ച് ഇത് അവസാനത്തെ 2 ആയത്തുകൾക്ക് മുൻപുള്ളതാകുന്നു. ഹദ്റത്ത് ഉമർ തന്റെ ഖിലാഫത്ത് കാലത്ത് 100 കണക്കിന് പ്രയോജനപ്രദമായ കാര്യങ്ങൾ കൂട്ടുകയുണ്ടായി. അതിലൊന്ന് മജ്‌ലിസ് ശൂറയുടെ സ്ഥാപനമാണ്. ഇസ്ലാമിൽ ഹദ്റത്ത് ഉമറിന്റെ കാലത്താണ് മജ്‌ലിസ് ശൂറ ആരംഭിച്ചത്. ഈ മജ്‌ലിസ് ശൂറ അൻസാറുകളുടെയും മുഹാജിറുകളുടെയും കഴിവുറ്റ സഹാബാക്കൾ അടങ്ങിയതായിരുന്നു. അതിൽ ഖദ്റജ് ഗോത്രത്തിൽ നിന്ന് ഹദ്റത്ത് ഉബയ്യ് കഅബ് അംഗമായിരുന്നു. ജാബിർ ബിൻ സുബൈർ എന്നയാൾ നിവേദനം ചെയ്യുന്നു,
ഞാൻ എന്തോ ഒരു കാര്യത്തിനു വേണ്ടി ഹദരത്ത് ഉമറിന്റെ ഖിലാഫത്ത് കാലത്ത് അദ്ദേഹത്തിന് സവിധത്തിലെത്തി. ഹദരത്ത് ഉമറിന്റെ സമീപത്ത് ഒരു വ്യക്തി നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുടിയും വസ്ത്രവും വെള്ള നിറമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിശ്ചയമായി നമുക്ക് ഈ ലോകത്ത് ലക്ഷ്യത്തിൽ എത്താനുള്ള മാർഗങ്ങളും പരലോകത്തേക്കുള്ള പാഥേയവുമുണ്ട്. ആഖിറത്തിൽ നമുക്ക് പ്രതിഫലം ലഭിക്കാനുള്ള കർമ്മങ്ങളും ഇവിടെ തന്നെയാണുള്ളത്. ജാബിർ പറയുന്നു, ഞാൻ ചോദിച്ചു, യാ അമീറുൽ മോമിനീൻ, ഈ വ്യക്തി ആരാണ്? ഹദരത്ത് ഉമർ മറുപടിയായി പറഞ്ഞു, ഇത് മുസ്ലിങ്ങളുടെ നേതാവ് ഉബയ്യ് ഇബ്നു കഅബ് ആകുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദഖാരി നിവേദനം ചെയ്യുന്നു, ഞാൻ റമദാനിൽ ഒരു രാത്രി ഹദരത്ത് ഉമർ ബിൻ ഖത്താബിന്റെ കൂടെ മസ്ജിദിലേക്ക് പുറപ്പെട്ടു. അവിടെ ജനങ്ങൾ വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ടാണ് കണ്ടത്. ചില ആളുകൾ സ്വന്തം നിലയ്ക്ക് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു, ചിലർ ഒരാളുടെ പിന്നിൽ നമസ്കരിക്കുന്നു. ഹദരത്ത് ഉമർ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കുന്നത് ഇവരെ ഒരു കാരിയുടെ പിന്നിൽ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കുമെന്നാണ്. അങ്ങനെ അദ്ദേഹം ഉറച്ച തീരുമാനമെടുക്കുകയും അവരെ ഹദരത്ത് ഉബയ്യ് ഇബ്നു കഅബിന്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. അതായത് അവർ അപ്പോൾ രാത്രിയിൽ നഫൽ നമസ്കരിക്കായിരുന്നിരിക്കാം. ഹദരത്ത് ഉബയ്യ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ വലിയൊരു ഭാഗം കേട്ട മഹാത്മാക്കളിൽ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി സഹാബാക്കൾ ഹദീസ് ദർസിൽ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ അധികവും സഹാബാക്കളായിരുന്നു. സഹാബാക്കളും അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് കേൾക്കുമായിരുന്നു. ഹദരത്ത് ഉമർ ബിൻ ഖത്താബ്, ഹദരത്ത് അബു അയ്യൂബ് അൻസാരി, ഹദരത്ത് ഉബാദ ബിൻ സാമിദ്, ഹദരത്ത് അബു ഹുറൈറ, ഹദരത്ത് അബു മൂസ അശ്ശരി, ഹദരത്ത് അനസ് ബിൻ മാലിക്, ഹദരത്ത് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ്, ഹദരത്ത് സഹൽ ബിൻ സഅദ്, ഹദരത്ത് ദുൽമാൻ ബിൻ സർദിയ തുടങ്ങിയവരെല്ലാം ഹദരത്ത് ഉബയിൽ നിന്ന് ഹദീസ് വിജ്ഞാനം പ്രയോജനപ്പെടുത്തിയവരാണ്. ഹദരത്ത് ഖൈസ് ബിൻ ഉബാദ മദീനയിൽ സഹാബാക്കളെ കാണാൻ വന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ഹദരത്ത് ഉബയ്യ് ഇബ്നു കഅബിനേക്കാളും വലുതായി ആരെയും കണ്ടിട്ടില്ല. നമസ്കാര സമയമായി ജനങ്ങൾ ഒരുമിച്ചുകൂടി. ഹദരത്ത് ഉമറും വന്നിരുന്നു. ആർക്കോ എന്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കാനുണ്ടായിരുന്നു. നമസ്കാരം കഴിഞ്ഞപ്പോൾ ഹദരത്ത് ഉബയ്യ് എഴുന്നേറ്റ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. ജനങ്ങൾക്ക് എത്രമാത്രം താല്പര്യമുണ്ടായിരുന്നു എന്നാൽ എല്ലാവരും കാതു കൂർപ്പിച്ചിരിക്കുകയായിരുന്നു. ഹദരത്ത് ഉബയ്യിന്റെ ഈ മഹിതസ്ഥാനം കൈസിനെ വല്ലാതെ സ്വാധീനിക്കുകയുണ്ടായി. ഹദരത്ത് ഉമറിന്റെ അടുക്കൽ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, എന്റെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു, ഞാൻ ഗർഭിണിയാണ്. വിശുദ്ധ ഖുർആന്റെ വീക്ഷണത്തിൽ കാര്യങ്ങൾ സ്ഥാപിക്കാനും ഫിഖ് വിഷയങ്ങൾ നിർദ്ധാരണം ചെയ്യാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നാലും ഗർഭിണിയായ സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു, എന്റെ ഗർഭം വെളിപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം മരിക്കുമ്പോൾ ഞാൻ ഗർഭിണിയായിരുന്നു, ഇപ്പോൾ ഗർഭം വെളിപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇദ്ദ കാലം മുഴുവനായിട്ടില്ല. അതായത് ഭർത്താവ് മരണപ്പെട്ടാലുള്ള 4 മാസവും 10 ദിവസവും ഇദ്ദ പൂർത്തിയായിട്ടില്ല. ഞാൻ ഗർഭിണിയായിരുന്നു, അതിനു മുമ്പേ എന്റെ ഗർഭം വെളിപ്പെട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഞാൻ ഇദ്ദ പൂർത്തിയാക്കേണ്ടതുണ്ടോ? ഹദരത്ത് ഉമർ പറഞ്ഞു, നിശ്ചിത അവധി വരെ ഇരിക്കുക. അതായത് ഭർത്താവ് മരിച്ച സ്ത്രീക്ക് ആവശ്യമായ നിശ്ചിത അവധി അഥവാ ഇദ്ദ പൂർത്തിയാക്കുക. ആ സ്ത്രീ ഹദരത്ത് ഉമറിന്റെ അടുക്കൽ നിന്ന് ഹദരത്ത് ഉബയ്യിന്റെ അടുക്കലെത്തി. അദ്ദേഹത്തോട് അതേപറ്റി ചോദിച്ചു. ഹദരത്ത് ഉമറിനോട് ചോദിച്ചതിനെ പറ്റി പറഞ്ഞു. അതായത് ഹദരത്ത് ഉമറിന്റെ മറുപടി ഹദരത്ത് ഉബയ്യിനോട് പറഞ്ഞു. ഹദരത്ത് ഉബയ്യ് പറഞ്ഞു, സ്ത്രീ അനുവദനീയമാക്കപ്പെട്ടു. അതായത് ഇദ്ദയുടെ ആവശ്യമില്ലെന്ന് ഉബയ്യ് പറയുന്നതായി ഹദരത്ത് ഉമറിനോട് പോയി പറയൂ. അദ്ദേഹം എന്നെ ചോദിച്ചാൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, എന്നെ വന്ന് വിളിക്കുക. ആ സ്ത്രീ ഹദരത്ത് ഉമറിന്റെ അടുക്കലെത്തി. ഹദരത്ത് ഉമർ പറഞ്ഞു, ഹദരത്ത് ഉബയ്യിനെ വിളിച്ചു കൊണ്ടുവരൂ. അങ്ങനെ ഹദരത്ത് ഉബയ്യ് എത്തി. ഹദരത്ത് ഉമർ ചോദിച്ചു, താങ്കൾ എവിടെയെന്നാണ് ഇങ്ങനെ പറഞ്ഞത്? ഉബയ്യ് പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ നിന്ന്. തുടർന്ന് അദ്ദേഹം ഉലാത്തുൽ അഹ്മാലി അജലഹുന്ന അയ്യുദാന ഹംലഹുൻ, അതായത് ഗർഭിണികളുടെ കാര്യത്തിൽ ഗർഭം വെളിപ്പെടുന്നതുവരെയാണ് ഇദ്ദ എന്ന ആയത്ത് ചൊല്ലിക്കേൾപ്പിച്ചു.
തുടർന്ന് പറഞ്ഞു, ഗർഭിണിയായ സ്ത്രീ അവസ്ഥയിൽ വിധവയാവുന്ന സ്ത്രീയും ഈ വിധിയിൽ ഉൾപ്പെടുന്നു. ഞാൻ ഇത് സംബന്ധിച്ച് തിരുവനന്തപുരം ഹദീസും കേട്ടിട്ടുണ്ട്. ഹദ്റത്ത് ഉമർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇദ്ദേഹം പറയുന്നത് കേൾക്കുക, അതായത് അത് ശരിയാണ്, അതനുസരിച്ച് പ്രവർത്തിച്ചുകൊള്ളുക. ഹദ്റത്ത് ഉബൈ പറയുന്നത് പോലെ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവ്യൻ ഹദ്റത്ത് അബ്ബാസിന്റെ വീട് മസ്ജിദുമായി ചേർന്നിട്ടുള്ളതായിരുന്നു. ഹദ്റത്ത് ഉമർ മസ്ജിദ് വിപുലീകരിക്കാൻ ആഗ്രഹിച്ചു. ഹദ്റത്ത് അബ്ബാസിനോട് പറഞ്ഞു, താങ്കൾ വീട് വിൽക്കുക, ഞാൻ അതിനെ മസ്ജിദിൽ കൂട്ടിച്ചേർക്കുന്നതാണ്. ഹദ്റത്ത് അബ്ബാസ് പറഞ്ഞു, അത് സാധ്യമല്ല. ഹദ്റത്ത് ഉമർ പറഞ്ഞു, എങ്കിൽ പിന്നെ താങ്കൾ അത് ഉപഹാരമായി നൽകുക. ഹദ്റത്ത് അബ്ബാസ് അത് നിരാകരിച്ചു. അദ്ദേഹത്തിന് സ്വന്തമായ തീരുമാനമുണ്ടായിരുന്നു. ഹദ്റത്ത് ഉമർ പറഞ്ഞു, എങ്കിൽ താങ്കൾ തന്നെ മസ്ജിദ് വിസ്തൃതി കൂട്ടുക. താങ്കളുടെ ഭാഗത്ത് നിന്ന് ഇത് ചെയ്താൽ അത് നന്നായിരിക്കും. താങ്കളുടെ വീടും ഉൾപ്പെടുത്തി മസ്ജിദ് വിസ്തൃതമാക്കിയാൽ മതി. ഹദ്റത്ത് അബ്ബാസ് പറഞ്ഞു, അത് സാധ്യമല്ല. അതും അദ്ദേഹം അംഗീകരിച്ചില്ല. ഹദ്റത്ത് ഉമർ പറഞ്ഞു, ഈ 3 കാര്യങ്ങളിൽ ഒന്ന് താങ്കൾ അംഗീകരിച്ചേ പറ്റൂ. ഹദ്റത്ത് അബ്ബാസ് പറഞ്ഞു, ഞാൻ അതിൽ ഒന്നുപോലും അംഗീകരിക്കുകയില്ല. അവസാനം അവർ ഇരുവരും ഹദ്റത്ത് ഉബയ്യിബ്നു കഅബിനെ മധ്യസ്ഥനാക്കി. വിഷയം ന്യായാധിപന്റെ അടുക്കലെത്തി. ഹദ്റത്ത് ഉബയ്യ് ഹദ്റത്ത് ഉമറിനോട് ചോദിച്ചു, അദ്ദേഹത്തിന് ഇഷ്ടമില്ലെങ്കിൽ താങ്കൾക്ക് അത് ഏറ്റെടുക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഹദ്റത്ത് ഉബയ്യ് പറഞ്ഞു, ഇല്ല, താങ്കൾക്ക് അത് ഏറ്റെടുക്കാൻ കഴിയില്ല. ഹദ്റത്ത് ഉമർ ഉബയ്യനോട് ചോദിച്ചു, താങ്കളെ സംബന്ധിച്ച് വിധി വിശുദ്ധ ഖുർആനിൽ നിന്നാണോ അതോ ഹദീസിൽ നിന്നാണോ എടുത്തത്? ഹദ്റത്ത് ഉബയ്യ് പറഞ്ഞു, ഹദീസിൽ നിന്നും. ഹദ്റത്ത് സുലൈമാൻ ബൈത്തുൽ മുഖദ്ദസിന്റെ കെട്ടിടം നിർമ്മിച്ചപ്പോൾ അതിന്റെ ഒരു ഭിത്തി മറ്റൊരാളുടെ ഭൂമിയിലായിരുന്നു ഉണ്ടാക്കിയത്. അത് പൊളിക്കേണ്ടതായി വന്നു. ഹദ്റത്ത് സുലൈമാന് അയാളുടെ അനുമതിയോടെ നിർമ്മിക്കണമെന്ന് വഹി ഇറങ്ങി. ഹദ്റത്ത് ഉമർ കേട്ടപ്പോൾ നിശബ്ദനായി. പക്ഷെ എന്തായാലും ഹദ്റത്ത് അബ്ബാസിന് ഖിലാഫത്തിനോട് ആത്മാർത്ഥതയും കൂറുമുണ്ടായിരുന്നു, ബയ്യത്തും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചിന്തയും ഉയർന്നു വരാൻ തുടങ്ങി. ഒരിക്കൽ നിഷേധിച്ചതാണ്, എങ്കിലും നന്മയും ഭക്തിയും ദീനിനോട് ആത്മാഭിമാനവും ഉണ്ടായിരുന്നു, ഖിലാഫത്തിനോട് ആദരവും ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് വെളിപ്പെട്ടു. ശരിയെന്ന് പറഞ്ഞ് നിശബ്ദനായപ്പോൾ ഹദ്റത്ത് ഉമറിനോട് അദ്ദേഹം പറഞ്ഞു, ശരി, എന്റെ വീട് മസ്ജിദുമായി കൂട്ടിച്ചേർക്കാം. ഹദ്റത്ത് ഉമർ ഒരിക്കൽ ഹജ്ജ് തമത്തയിൽ നിന്ന് ജനങ്ങളെ വിലക്കാൻ തീരുമാനിച്ചു. ഹജ്ജ് തമത്തോ 3 തരത്തിലുള്ള ഹജ്ജുണ്ട്. ഹജ്ജ് തമത്ത് എന്താണെന്ന് പല യുവാക്കൾക്കും ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. അതായത് ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം കെട്ടി മക്കയിലെത്തുക, ആദ്യം ഉംറ നിർവഹിക്കുക, പിന്നെ ഇഹ്റാം അഴിക്കുക, തുടർന്ന് ദുൽഹജ്ജ 8-ാം തീയതി പുതിയ ഇഹ്റാം കെട്ടി ഹജ്ജ് ചെയ്യുന്നു. ഇതാണ് ഹജ്ജ് തമത്ത്. പൊതുവിൽ ചെയ്യപ്പെടുന്ന ഹജ്ജാണ് ഹജ്ജ് മുഫ്രദ്. ഖിറാനിൽ ഉംറയും ഹജ്ജും ഒരേ ഇഹ്റാമിൽ തന്നെ അനുഷ്ഠിക്കുന്നു. ഏതായിരുന്നാലും ഹദ്റത്ത് ഉമർ ഹജ്ജ് തമത്ത് ചെയ്യുന്നതെന്ന് വിലക്കി. ഹദ്റത്ത് ഉബൈ പറഞ്ഞു, താങ്കൾക്ക് ഇത് വിലക്കാനുള്ള ഒരു അധികാരവുമില്ല. വീണ്ടും അത് വിലക്കാൻ ആഗ്രഹിച്ചു. വീണ്ടും ഹദ്റത്ത് ഉമറിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അത് ശരിയല്ലെന്ന് പറഞ്ഞു. പിന്നീട് ഹദ്റത്ത് ഉമർ അത് വിലക്കിയിട്ടില്ല. ഒരിക്കൽ ഹദ്റത്ത് ഉമർ കൂഫയിൽ നിന്ന് 3 മൈൽ ദൂരെ നജിദ് പ്രദേശത്തുള്ള പട്ടണമായ ഹീറയിലെ വസ്ത്രം ധരിക്കുന്നത് വിലക്കാൻ ആഗ്രഹിച്ചു. കാരണം അതിന്റെ നിറത്തിൽ മൂത്രത്തിന്റെ കലർപ്പുണ്ട്, അല്ലെങ്കിൽ അതിന് സാധ്യതയുണ്ട്. അതായത് അതിന്റെ നിറമുണ്ടാക്കാൻ ഏതോ മൃഗത്തിന് മൂത്രം ചേർക്കാറുണ്ടത്രേ. ഏതായാലും ഹദ്റത്ത് ഉബൈ പറഞ്ഞു, ഇതിനും താങ്കൾക്ക് അധികാരമില്ല. കാരണം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയവും ഈ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിരുന്നു, അവിടെയുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളും ധരിച്ചിട്ടുണ്ട്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തൊന്നും ആക്ഷേപം ഉണ്ടായിട്ടില്ല. ആയതിനാൽ ഹദ്റത്ത് ഉമർ നിശബ്ദത പാലിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, താങ്കൾ ശരിയാണ് പറയുന്നത്. ഹദ്റത്ത് ഉമറിന്റെ ഖിലാഫത്ത് കാലത്ത് ഒരു തോട്ടത്തെ സംബന്ധിച്ച് ഹദ്റത്ത് ഉമറും ഹദ്റത്ത് അബ്ദുല്ല ഉബയ്യനുമിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഹദ്റത്ത് ഉബയ്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, താങ്കളുടെ ഭരണകാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ? ഹദ്റത്ത് ഉമർ പറഞ്ഞു, എന്റെ ഉദ്ദേശം അതൊന്നുമല്ല. താങ്കൾ ആഗ്രഹിക്കുന്ന ഏത് മുസ്ലിമിനെ കൊണ്ടും തീരുമാനം ഉണ്ടാക്കാവുന്നതാണ്. എനിക്കും താങ്കൾക്കും ഇടയിലാണ് ഭിന്നത. അതുകൊണ്ട് ഞാൻ കൽപ്പനയൊന്നും തരുന്നില്ല. നിങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാവുന്നതാണ്. കാരണം ഞാൻ ശരിയായ നിലപാടിലാണെന്ന് ഞാൻ കരുതുന്നു.
അപ്പോൾ ഉബയ്യ് സെയ്ദ് ബിൻ സാബിത്തിന്റെ തീർപ്പ് കൽപ്പിക്കാമെന്ന് പറഞ്ഞു. ഹദ്റത്ത് ഉമർ സംഭവിച്ചു. ഹദ്റത്ത് സെയ്ദിന് മുന്നിൽ കേസ് വന്നു. ഇസ്ലാമിന്റെ ഖലീഫ ഹദ്റത്ത് ഉമർ ഒരു കക്ഷി എന്ന നിലയ്ക്ക് ഹദ്റത്ത് സെയ്ദ് ബിൻ സാബിത്തിന്റെ സഭയിൽ ഹാജരായി. ഹദ്റത്ത് ഉമറിന് ഉബയ്യിന്റെ ഭാഗത്തോട് എതിർപ്പുണ്ടായിരുന്നു. ഹദ്റത്ത് ഉമർ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾക്ക് ഓർമ്മയില്ല, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഹദ്റത്ത് ഉബയ്യ് കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഹദ്റത്ത് ഉമർ തന്നെ എല്ലാ സംഭവവും വിവരിച്ചുകൊണ്ട് ഇന്ന കാര്യം ഇന്ന വിധത്തിലാണ് ഉണ്ടായതെന്നെല്ലാം പറഞ്ഞു. ഹദ്റത്ത് സെയ്ദ് ഹദ്റത്ത് ഉബയ്യിനോട് ചോദിച്ചു, താങ്കൾ ആവശ്യപ്പെടുന്ന കാര്യത്തിന് താങ്കളുടെ പക്കൽ എന്ത് തെളിവാണുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, ഒരു തെളിവുമില്ല. താങ്കൾ അമീർ മുഅ്മിനോട് സത്യം ചെയ്യാൻ പറയുക. ഇവിടെ സത്യം ചെയ്തിരിക്കാൻ എന്നാണ് എഴുതിയിട്ടുള്ളത്, സത്യം ചെയ്യാൻ എന്നാണ് വേണ്ടത്. ഹദ്റത്ത് ഉമർ പറഞ്ഞു, ഞാൻ സത്യം ചെയ്യണമെങ്കിൽ സത്യം ചെയ്യാനോ വേണ്ടയോ എന്ന കാര്യത്തിലും എനിക്ക് താമസമൊന്നുമില്ല. ഏതായിരുന്നാലും അതിൽ പിന്നീട് തീരുമാനമുണ്ടായി. ഹദ്റത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കുന്നതിന് ഖുറൈശികളുടെയും അൻസാറുകളുടെയും 12 ആളുകളെ തിരഞ്ഞെടുത്തു. അതിൽ ഹദ്റത്ത് ഉബയ്യ് ബിൻ കഅബും ഹദ്റത്ത് സെയ്ദ് ബിൻ സാബിത്തും ഉണ്ടായിരുന്നു. ഹദ്റത്ത് ഉസ്മാന്റെ കാലത്ത് വിശുദ്ധ ഖുർആനിൽ ഉച്ചാരണ വൈജാത്യം എല്ലാ സ്ഥലങ്ങളിലും സർവ്വസാധാരണമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ വ്യത്യാസം ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചു. സ്വയം തന്നെ ഖിറാത്ത് ചെയ്യുന്നവരെ വിളിച്ച് ഓരോരുത്തരിൽ നിന്നും വെവ്വേറെ തന്നെ ഖിറാത്ത് കേൾക്കുകയുണ്ടായി. ഹസ്രത്ത് ഉബയ്യ് ബിൻ കഅബ്, ഹസ്രത്ത് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ്, ഹസ്രത്ത് മുആസ് ബിൻ ജബൽ എന്നിവരുടെ ഉച്ചാരണത്തിലും വ്യത്യാസങ്ങൾ കാണപ്പെട്ടു. ഹസ്രത്ത് ഉസ്മാൻ പറഞ്ഞു, എല്ലാ മുസ്ലിങ്ങൾക്കും വിശുദ്ധ ഖുർആന്റെ ഒരൊറ്റ ഉച്ചാരണമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഖുറൈശികളിലും അൻസാറുകളിലും 12 പേർക്ക് ഖുർആന്റെ കാര്യത്തിൽ ലബ്ധപ്രശ്നരായിരുന്നു. ഹസ്രത്ത് ഉസ്മാൻ ഈ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചു. ഹസ്രത്ത് ഉബയ്യ് ബിൻ കഅബിനെ അവരുടെ നേതാവായി നിശ്ചയിച്ചു. അദ്ദേഹം, അതായത് ഹസ്രത്ത് ഉബയ്യ്, വിശുദ്ധ ഖുർആന്റെ വാക്കുകൾ പറയുകയും ഹസ്രത്ത് സെയ്ദ് അത് എഴുതുകയും ചെയ്തിരുന്നു. ഇന്നുള്ള സർവ്വ വിശുദ്ധ ഖുർആനും ഹസ്രത്ത് ഉബയ്യ് ബിൻ കഅബിന്റെ ഖിറാത്ത് പാരായണമുറ അനുസരിച്ചുള്ളവയാകുന്നു. ഉത്തയ്യിബിനു സുമ്ര പറയുന്നു, ഞാൻ ഉബയ്യ് ബിൻ കഅബിനോട് പറഞ്ഞു, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളാകുന്നു. ഞങ്ങൾ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് എന്തെങ്കിലും അറിയാനും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും സംഭവങ്ങൾ കേൾക്കാനും ഞങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കണമെന്നുമുള്ള ആഗ്രഹത്തിലാണ് വരുന്നത്. പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ നിസ്സാരമായി ഗണിക്കുന്നു. അതായത് ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ യാതൊരു വിലയുമില്ല, ഒരു പരിഗണനയുമില്ല. അത് കേട്ടപ്പോൾ ഉബയ്യ് ബിൻ കഅബ് പറഞ്ഞു, അള്ളാഹുവിന്റെ സത്യം, ഞാൻ അടുത്ത ജുമാവിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അന്ന് ഞാനൊരു കാര്യം പറയാം. അതിനുശേഷം നിങ്ങൾ എന്നെ ജീവിക്കാൻ അനുവദിക്കോ വധിക്കോ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ ജുമാ ദിവസം എത്തി. ആഗതൻ പറയുന്നു, ഞാൻ മദീനയിൽ എത്തിയപ്പോൾ കാണുന്നത് ജനങ്ങൾ വഴികളിലൂടെ കൂട്ടം കൂട്ടമായി പോകുന്നതാണ്. ഞാൻ ചോദിച്ചു, ജനങ്ങൾക്ക് ഇന്ന് എന്ത് പറ്റി? ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടുകാരനല്ല അല്ലേ? ഞാൻ പറഞ്ഞു, അല്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്ന് മുസ്ലിങ്ങളുടെ നേതാവ് ഉബയ്യ് ബിൻ കഅബ് മരണപ്പെട്ടിരിക്കുന്നു. ആഗതൻ പറയുന്നു, ഞാൻ പറഞ്ഞു, അള്ളാഹുവാണേ, അള്ളാഹു ഉബയ്യ് ബിൻ കഅബിന്റേതിനൊക്കെ പോലെ ആരുടെയെങ്കിലും കാര്യം, അതായത് രഹസ്യം മറച്ചു വെച്ച് സത്താരി ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. അതായത് ഞാൻ അത് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം ആഗതനോട് പറഞ്ഞിട്ടുണ്ടാകുക. നിവേദകന്റെ വിഷയം അത് തന്നെയായിരുന്നു തോന്നുന്നു. ഏതായിരുന്നാലും അള്ളാഹു അത് വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഹദ്റത്ത് ഉബയ്യിനെ രക്ഷിച്ചു. കാരണം അദ്ദേഹം അത് സന്തോഷപൂർവ്വം പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇനി ആ വാചകം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഏതായിരുന്നാലും ആഗതൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ പറഞ്ഞു, ഇന്ന് ഈ വ്യക്തിയുടെ, അതായത് ഉബയ്യ് ബിൻ കഅബിന്റെ രഹസ്യം മറച്ചുവെക്കപ്പെട്ടതുപോലെ മറ്റാരുടെ രഹസ്യം മറച്ചുവെക്കപ്പെട്ടത് ഞാൻ കണ്ടിട്ടില്ല. ഹദ്റത്ത് ഉബയ്യ് ബിൻ കഅബ് പറയുന്നു, ഞാൻ 8 രാത്രി കൊണ്ട് വിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതി തീർക്കുമായിരുന്നു. ഹദ്റത്ത് ഉബയ്യിന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹവും അനുഭവമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിയിലെ ഈന്തപ്പനയുടെ തടി കൊണ്ടുള്ള തൂണുകൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഖുത്ബ നൽകിയിരുന്നത്. പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി മിമ്പർ ഉണ്ടാക്കിയപ്പോൾ
അതിൽ നിന്നുകൊണ്ട് ഖുത്ബ നൽകി തുടങ്ങി. അപ്പോൾ ഈ തൂണുകളിൽ നിന്ന് കരയുന്ന ശബ്ദം വരാൻ തുടങ്ങി. അത് മസ്ജിദിൽ ഉണ്ടായിരുന്ന എല്ലാവരും കേട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തൂണിന്റെ അടുത്ത് വരികയും തന്റെ കൈ കൊണ്ട് ആ കൈ അതിൽ വെക്കുകയും അതിനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്തു. അപ്പോൾ ആ തടി പിഞ്ചുകുട്ടിയെ പോലെ കരയാൻ തുടങ്ങി. അതിനെ നിശബ്ദമാക്കുകയും അങ്ങനെ സമാധാനമായി ശബ്ദം വരുന്നത് നിലയ്ക്കുകയും ചെയ്തു. പിന്നെ മസ്ജിദ് പൊളിച്ച് മാറ്റങ്ങൾ വരുത്തിയപ്പോൾ ഹദരത്ത് ഉബയ്യ് ഇബ്നു കഅബ് ആ തടി ഏറ്റെടുക്കുകയുണ്ടായി. അതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരി നിന്നിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അത് വീട്ടിലേക്ക് കൊണ്ടുപോയത്. പിന്നെ അത് പഴകുകയും അത് ചിതലരിച്ച് പൊടിയുകയും ചെയ്തു. എങ്കിലും അതിനുള്ള സ്നേഹം കാരണം അത് അദ്ദേഹം തന്റെ പക്കൽ സൂക്ഷിച്ചു. ഇത് മുസ്നദ് അഹമ്മദ് ബിൻ ഹംബലിലെ നിവേദനമാണ്. ഇതിൽ കുറച്ചു ഭാഗം ബുഖാരിയിലും ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളിൽ 6 ഖാദിമാർ ഉണ്ടായിരുന്നു. ഹദ്രത്ത് ഉമർ, ഹദ്രത്ത് അലി, ഹദ്രത്ത് അബ്ദുല്ലാഹ് ബിൻ മസൂദ്, ഹദ്രത്ത് സെയ്ദ് ബിൻ സാബിത്ത്, ഹദ്രത്ത് അബു മൂസ അശരി, ഹദ്രത്ത് ഉബയ്യ് ബിൻ കഅബ്. ഹദ്രത്ത് സമ്ര ബിൻ ജന്ദബ് വലിയ ഉന്നതനായ സഹാബിയായിരുന്നു. അദ്ദേഹം തക്ബീർ ചൊല്ലി സൂറത്ത് ചൊല്ലുന്നതിനിടയിൽ അല്പം സമയമെടുത്തിരുന്നു. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കുറെ നേരം നിശബ്ദനായി നിന്നിരുന്നു. പിന്നെയാണ് സൂറ ഫാത്തിഹ ഓതിയിരുന്നത്. ജനങ്ങൾ അദ്ദേഹത്തെ പറ്റി പരാതി പറയാൻ തുടങ്ങി. അദ്ദേഹം എന്താണ് ശരിയെന്നറിയാൻ ഹദരത്ത് ഉബയ്യിന്റെ സവിധത്തിലേക്ക് കത്തയച്ചു. ഹദരത്ത് ഉബയ്യ് വളരെ ചുരുങ്ങിയ ഒരു മറുപടി എഴുതി. അതായത്, നിങ്ങളുടെ രീതി ശരീഅത്തിനനുസൃതമാകുന്നു. താങ്കളുടെ ഈ സമയമെടുക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. അത് ശരീഅത്തിനനുസൃതമാകുന്നു. ആരോപണം ഉന്നയിക്കുന്നവർ അബദ്ധത്തിലാകുന്നു. ഹദരത്ത് സെയ്ദ് ബിൻ ഷുജാൻ, സൽമാൻ ബിൻ സുലൈമാൻ ബിൻ റബിയ എന്നിവരോടൊപ്പം ഹദരത്ത് സുവൈദ് ബിൻ ഗഫല ഏത് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ഗസീബ് എന്ന സ്ഥലത്ത് അവിടെ നിന്ന് ഒരു കവിടി, അതായത് ഒരു പഴയ നാണയം കിട്ടി. ഗസീബ് ബനി തമീമിന്റെ താഴ്വരയും കാസിദയുടെയും മഗീസയുടെയും ഇടയിൽ വെള്ളമുള്ള സ്ഥലവുമാകുന്നു. ഇത് കാദിസയിൽ നിന്ന് 4 മൈൽ ദൂരത്താകുന്നു. ഏതായിരുന്നാലും സുവൈദ് അത് എടുത്തു. പഴയ നാണയമാണ്. കൂടെയുള്ളവർ അത് വലിച്ചെറിയാൻ പറഞ്ഞു. ഏതെങ്കിലും മുസ്ലിമിന്റേതായിരിക്കും. അദ്ദേഹം പറഞ്ഞു, ഞാൻ വലിച്ചെറിയുകയില്ല. അവിടെ കിടന്നാൽ വല്ല ചെന്നായിയും അതെടുത്ത് തിന്നും. അത് അതിന് ഭക്ഷണമാകും. അതിലും നല്ലത് അത് ഉപകാരപ്പെടുത്തുന്നതാണ്. ഇതിന് കുറച്ചു ദിവസങ്ങൾ ശേഷം സുവൈദ് ഹജ്ജ് ചെയ്യാൻ പുറപ്പെട്ടു. വഴിയിലാണ് മദീന വരുന്നത്. അദ്ദേഹം ഹദരത്ത് ഉബയ്യിന്റെ അടുക്കലെത്തി ഈ കവിടിയുടെ കാര്യം പറഞ്ഞു. ഹദരത്ത് ഉബയ്യ് പറഞ്ഞു, ഇത്തരം ഒരു സംഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് എനിക്ക് ഇതേപോലെ 100 ദീനാർ കിട്ടി. അത് പഴയ നാണയമാണെങ്കിലും 100 ദീനാർ ആണെങ്കിലും എല്ലാത്തിനും അതിന് അതിന്റേതായ വിലയുണ്ട്. അത് അമാനത്താകുന്നു. ഇനി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേൾക്കുവിൻ. ഹദരത്ത് ഉബയ്യ് പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു, അതേക്കുറിച്ച് വർഷം മുഴുവൻ ജനങ്ങൾക്ക് വിളംബരം ചെയ്യുക. വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, രൂപയുടെ എണ്ണവും അടയാളവും ഓർത്തു വയ്ക്കുക. 1 വർഷം ഇനി കാത്തിരിക്കുക. ആരെങ്കിലും തെളിവനുസരിച്ച് അന്വേഷിച്ചെത്തിയാൽ അത് അയാൾക്ക് കൊടുക്കുക. ഇല്ലെങ്കിൽ അത് നിങ്ങളുടേതായി കഴിഞ്ഞു. അതായത്, ഏതെങ്കിലും കളഞ്ഞു കിട്ടിയാൽ 1 വർഷം വിളംബരപ്പെടുത്തുക. 1 വർഷം അതിന്റെ അടയാളം ഓർമ്മ വയ്ക്കുക. ആരും ചോദിച്ചതില്ലെങ്കിൽ അത് സ്വന്തമാക്കാവുന്നതാണ്. ഒരാൾ മസ്ജിദിൽ നഷ്ടപ്പെട്ട ഏതോ സാധനത്തെപ്പറ്റി ബഹളമുണ്ടാക്കി. എന്റെ ഇന്ന സാധനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വിളംബരപ്പെടുത്തുകയായിരുന്നു. ഹദരത്ത് ഉബയ്യ് അത് കണ്ടപ്പോൾ ദേഷ്യപ്പെട്ടു. അയാൾ പറഞ്ഞു, ഞാൻ മസ്ജിദിൽ അശ്ലീലമൊന്നും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, ശരി തന്നെ, പക്ഷെ ഇതും മസ്ജിദിന്റെ മര്യാദകൾക്ക് വിരുദ്ധമാകുന്നു. അതായത്, ഇവിടെ ഭൗതിക സാധനങ്ങൾ സംബന്ധിച്ച് വിളംബരം പാടില്ല. ഹദരത്ത് ഉബയ്യ് വഫാത്ത് ആയ വർഷത്തെപ്പറ്റി വ്യത്യസ്ത നിവേദനങ്ങളുണ്ട്. ഒരു നിവേദനപ്രകാരം ഹദരത്ത് ഉബയ്യ് ഹദരത്ത് ഉമറിന്റെ ഖിലാഫത്ത് കാലത്ത് ഹിജ്രി 22 വഫാത്തായത്. മറ്റൊരു നിവേദനം അനുസരിച്ച് ഉസ്മാന്റെ ഖിലാഫത്ത് കാലത്ത് ഹിജ്രി 30 വഫാത്തായത്. ഇതാണ് കൂടുതൽ ശരിയായ നിവേദനം. കാരണം ഹദരത്ത് ഉസ്മാൻ ഖുർആൻ ക്രോഡീകരണത്തിന്റെ ഉത്തരവാദിത്വം ഹദരത്ത് ഉബയ്യിനെ ഏൽപ്പിച്ചിരുന്നു. ഹദരത്ത് ഉബയ്യിന്റെ മക്കൾ തുഫൈലും മുഹമ്മദുമാകുന്നു. ഈ കുട്ടികളുടെ മാതാവിന്റെ പേര് ഉമ്മ തുഫൈൽ ബിൻത്ത് തുഫൈൽ എന്നായിരുന്നു. അവർ ദൌസ് ഗോത്രക്കാരിയായിരുന്നു. ഹദരത്ത് ഉബയ്യിന്റെ ഒരു മകളുടെ പേര് ഉമ്മ അമ്ര എന്നാകുന്നു. ഇവിടെ ഈ സംഭവങ്ങൾ അവസാനിക്കുകയാണ്.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.